ശരൺ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ ലാലേട്ടൻ അഭിനയിച്ച ചിത്രത്തിലെ? ഭാരതത്തിലെ ആ പാട്ട്, ആ കല്യാണ സിറ്റുവേഷനിലെ പാട്ടുണ്ടല്ലോ, രാമകഥ അല്ലേ? അത് വളരെ ഇഷ്ടമാണ്. ലാലേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ശരൺ അഭിനയിച്ച സിനിമകളുടെ കാര്യം വിടാം, ലാലേട്ടൻ അഭിനയിച്ച ചിത്രങ്ങളും വിടാം. ലാലേട്ടനുമായി ശരൺ ലൊക്കേഷനുകളിലും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടിയിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് ലാലേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ശരണിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഏതാണ്? അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ ഞാൻ അഭിനയിക്കാൻ ആദ്യമായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഷോട്ടൊക്കെ എടുത്തത് എൻ്റെ. അപ്പം അന്ന് ലാലേട്ടൻ, നെടുമുടിയേട്ടൻ, ഞാൻ പറഞ്ഞ പോലെ ഈ സുകുമാരി ചേച്ചി, എല്ലാവരും അന്ന് സെറ്റിലുണ്ട്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തുനിന്നും ഒരു ഭയപ്പാടോടുകൂടി ഞാൻ ചെയ്യുന്നത് ശരിയാവുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടേക്ക് എടുത്തു, ശരിയായില്ല, അപ്പോൾ ഇനി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് ബ്രേക്ക് പറയുകയായിരുന്നു. അപ്പോൾ ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഒരനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, സുകുമാരി ചേച്ചി ഇരിക്കുന്നുണ്ട്, മറ്റെല്ലാ പേരും പ്രിയഞ്ചേട്ടനുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ടീപ്പോ ഇട്ടിട്ടുണ്ട് അവിടെ. സെറ്റിൻ്റെ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ലാലേട്ടൻ താഴെ ഇരുന്നിട്ട് ടീപ്പോയിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരുമൊക്കെ ആയിട്ട് സംസാരിച്ച്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു സീറ്റുണ്ട്, അത് ഒഴിവായിട്ടുണ്ട്. അപ്പം എനിക്ക് ഭക്ഷണം തന്നപ്പോൾ ഞാൻ, ശരൺ ഇങ്ങോട്ടിരിക്കൂ എന്നല്ല അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആരോ കഴിച്ച് എച്ചിലാക്കിയ ഒരു പാത്രം അദ്ദേഹത്തിൻ്റെ ടീപ്പോയുടെ അടുത്ത് വെച്ച്, പുള്ളിക്കാരൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, ഞാൻ ഇരുന്നിടത്തിരുന്ന ആൾ. അപ്പോൾ പുള്ളി എഴുന്നേറ്റ് പോയി. അപ്പോൾ അതിലിങ്ങനെ മീൻ മുള്ളും ഇതുമൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇരുന്ന ഉടനെ ഒരു കൈവച്ച് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ, അതൊന്നും മറക്കാൻ പറ്റാത്തതാണ്, നമ്മുടെ മനസ്സിലെപ്പോഴും കിടക്കുന്ന കാര്യമാണ്. ആ ഒരു പ്ലേറ്റ് ഈ എച്ചിലിൻ്റെ മുമ്പിൽ ഞാനിരുന്ന് കഴിക്കരുത് എന്നുള്ളത് കൊണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യും. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു പ്രശസ്ത ആരെങ്കിലും വിളിച്ചിട്ട് പ്രൊഡക്ഷൻ ബോയ്സിനെ വിളിച്ചിട്ട് എടുത്ത് മാറ്റിക്കാമായിരുന്നു. ഒരു കൈ കൊണ്ട് പുള്ളി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കൈ കൊണ്ട് ആ പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ച്, ഇതാരെങ്കിലും അങ്ങ് അകത്ത് കൊണ്ടുവന്ന് വെക്കണം, ഇവിടെ ഒന്ന് തുടച്ചേക്കൂ എന്ന് പറഞ്ഞത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റ്, ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിൻ്റെ മുമ്പിൽ, ആ എച്ചിലിൻ്റെ മുമ്പിലിരുന്ന് ഭക്ഷണം ഞാൻ കഴിക്കേണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവണം. പുള്ളി നിലത്തിരുന്ന് ടീപ്പോയിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരോ അശ്രദ്ധമായിട്ട് വെച്ച് പോയൊരു പാത്രം. പുള്ളി അത് എടുത്ത് കളയുമ്പോൾ അതൊരു ചെറിയ സംഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ എച്ചിലിൻ്റെ പ്ലേറ്റ് പുള്ളി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് മാറ്റാനായിട്ട് പറഞ്ഞത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ളവരെ തന്നെ പോലെ കണക്കാക്കുന്നു, സ്നേഹത്തോടെ അവരോട് സഹകരിക്കുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് അങ്ങനെ ചെയ്തത് തോന്നിയത്. പിന്നൊരു സാഹചര്യത്തിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നു, കുറേ നേരമായി ഞാൻ രാവിലെ വന്ന് മേക്കപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഷോട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അദ്ദേഹം പാട്ടിൻ്റെ ഏതോ പോർഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ദൂരെ ഇരുന്ന്, ഞാനിങ്ങനെ സെറ്റിൻ്റെ സൈഡിൽ നിന്നത് കണ്ടുകൊണ്ട് നിൽക്കുക, എന്നെ കൈ കാണിച്ച് അടുത്ത് വിളിച്ചു. എന്നിട്ട് പ്രിയഞ്ചേട്ടനോട് ചോദിച്ചു, പ്രിയ ഇനിയിപ്പം ശരണിൻ്റെ ഇന്നിപ്പോൾ എടുക്കാൻ പറ്റില്ല, ശരൺ റൂമിൽ പൊക്കോട്ടെ, രാവിലെ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടു, ശരൺ പോയി റെസ്റ്റൊക്കെ എടുത്തു വാ, നാളെ ഇനി എടുക്കത്തുള്ളൂ. അത് അദ്ദേഹത്തിന് പറയേണ്ട, 1000 പേര് ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്നെ മാത്രം വിളിച്ച്, ഞാൻ രാവിലെ മേക്കപ്പ് ഇട്ട് വേഷമൊക്കെ കെട്ടി ബാഗൊക്കെ തൂക്കി അങ്ങനെ നിൽക്കുക. നമുക്ക് പ്രോപ്പർട്ടീസൊക്കെ നേരത്തെ തരും രാത്രി, എന്നിട്ട് പറയുകയും ചെയ്യാം. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ തൊല്ല കുറച്ച് കുറയാൻ വേണ്ടിയിട്ട്, അപ്പോൾ പോകാൻ നേരത്ത് ഇതിങ്ങ് തിരിച്ച് തന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് ഈ ബാഗും തൊക്കണമൊക്കെ തൂക്കി ഞാൻ നിൽക്കുക രാവിലെ. അപ്പോൾ പുള്ളി പലപ്പോഴും എൻ്റെ ഫ്രണ്ടിൽ കൂടെ മേക്കപ്പ് ചെയ്തിട്ടുമൊക്കെ തിരിച്ച് വരുമ്പോഴും ഒക്കെ കണ്ടിട്ട് പുള്ളി എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നടക്കൂല, ഇതിനിപ്പോൾ ലേറ്റായി ഒരുപാട്, ഇന്നിപ്പോൾ അത് ആ സീൻ എടുക്കാൻ പോകുന്നില്ല, പൊയ്ക്കോളൂ, പോയി റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് വാ. അപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ പലരും ഒന്ന് എന്നോട് ചോദിച്ചു, ഇന്ന് എടുത്തില്ലേ ഒന്നും, ഇന്നൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹം അത് ഓർമ്മിച്ച് ഇത്രയും വൈകിയെങ്കിലും എന്നെ കുറച്ചുകൂടെ നേരത്തെ കാറിലങ്ങ് അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടി ഉണ്ടെങ്കിൽ എന്നെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞത്, അത് നമ്മുടെ ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് തോന്നുന്നത്. കൺസേൺഡ് ആണ് അദ്ദേഹം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ, എല്ലാവരുടെ കാര്യങ്ങളിൽ അദ്ദേഹം. അത് ശരിക്കും അങ്ങനെ ഒരാളില്ല കേട്ടോ, അങ്ങനെ ഒരാളില്ല. ഇപ്പം നടൻ, ഒരു ആക്ടർ എന്ന നിലയിൽ നമ്മളങ്ങോട്ട് മാറ്റി വയ്ക്കാം, ഒരുപാട് ആക്ടേഴ്സ്, നമുക്ക് പല പല ആക്ടേഴ്സ് ഉണ്ട്. ലാലേട്ടനെ പോലെ അഭിനയിക്കുന്ന നടന്മാർ ആരൊക്കെ ഉണ്ടെന്നുള്ളതിനെ വെച്ച് നമ്മൾ ചർച്ചയല്ല. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ അദ്ദേഹത്തെ പോയിട്ട് കമ്പയർ ചെയ്യാൻ വേറൊരു ആളില്ലെന്നുള്ളൂ.
കാരണം ആ ഒരു അതാണ് വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വേറെയാണ്. വ്യക്തിത്വം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ. പലരും ഉണ്ട് സിനിമാ ലോകത്ത് അതുകൊണ്ടുണ്ട്. തന്നെ. ഈ തലങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ മാനുഷികമായും സൗഹാർദ്ദപരമായും മറ്റുള്ളവരോട് ഇടപെടുന്നു എന്നുള്ളത് അത്ഭുതമാണ്. നമ്മളിത് പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ പോലും മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളവർക്ക് ഈ വ്യക്തി ഭയങ്കര ചാടയാണ്, അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് നമ്മൾ അടുത്ത് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും സാധിച്ചിട്ടുള്ള ഒരു ഇത് പറയുമ്പോൾ അവർക്ക് പോലും അതിശയമായിട്ട് അത് തോന്നും. കാരണം അവർ കാണുന്നത് ലാലേട്ടൻ എന്താണ് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ കാണുമ്പോൾ അവർക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ അടുത്തറിയില്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് മറ്റുള്ളവരോടുള്ളത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എങ്ങനെയാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ ഭയങ്കര ജാടയാണോ, ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട്? അപ്പം ഞാൻ പറയും എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരുപക്ഷെ 4-5 ടേക്കുകളൊക്കെ ആദ്യം എടുക്കേണ്ടി വന്നപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ ചിലപ്പോൾ ഇത് വെച്ച് എടുക്കില്ല കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ചില അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റും മേക്കപ്പ് അസിസ്റ്റൻറ്റും ഒക്കെ എന്നോട് പറഞ്ഞു അത് ചിലപ്പോൾ അദ്ദേഹം പറയും ഇനിയിപ്പോൾ വേറെ ആളെ വെച്ചെടുക്കാമെന്ന്. എല്ലാം തെറ്റിക്കുകയില്ലേ, നിങ്ങൾക്ക് എത്ര പറഞ്ഞു തന്നാലും അത് ശരിയാകും, ഇനിയിപ്പം അടുത്ത ടേക്ക് എടുക്കുമ്പോഴെങ്കിൽ ശരിയാക്കണം, അത് നിങ്ങളെ പറഞ്ഞു. പക്ഷേ പിന്നീട് എടുക്കുമ്പോഴും പുള്ളിക്കാരൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്കുള്ള ഡയലോഗ്സ്, പുള്ളിയുടെ ഡയലോഗുകൾ പഠിക്കുന്നതിനോടൊപ്പം എനിക്ക് പറയേണ്ടത് തെറ്റാതെ പറയാനായിട്ട് പറഞ്ഞു തരിക. അതിങ്ങനെ പറഞ്ഞാൽ മതി, ആ വാക്കങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നമുക്കിങ്ങനെ ആക്കാം എന്നൊക്കെ പറയുകയും അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി പിന്നെയും എന്നെ നിർത്തി ഞാൻ തെറ്റിക്കുന്നെങ്കിലും അത് ശരിയാക്കി വീണ്ടും റീടേക്സ് എടുത്ത് അത് ശരിയാക്കിയതൊന്നും അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുന്നത് മറ്റുള്ളവരോടുള്ള പരിഗണനയും സ്നേഹവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരണിനോട് എനിക്ക് ഇനി വിഷ് ചെയ്യാനുള്ളത്, പഴയതുപോലെയുള്ള ഈ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ ശരൺ ഒരു റീ എൻട്രി വരണം. എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. തിരനോട്ടത്തിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനിയും ശരണിൻ്റെ കരിയറിൽ നല്ല സിനിമകളും ഡബ്ബിങ്ങും ഒക്കെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ വിളിക്കാനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനൊരു അവസരം ഉണ്ടാക്കിയത് സത്യം ACVക്കും പ്രേക്ഷകരോടും ഒക്കെ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു.